Actor and director Sauvinka on stage. Along with him, I would also like to invite the very talented actor Srinath Hasi, Ganapati. Come on, kindly report our favorite actors here with us in Lulu Mall. Deepak Parambol. നല്ലൊരു കൈയ്യടി നൽകി തന്നെ ദീപകിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Also requesting Arun Kurian to join the other actors on stage. ഇനി ഈ ഒരു t-shirt re-lookന് വേണ്ടി I would like to invite the face of Federal Bank Kochi Marathon, none other than the gorgeous actress Prachi Mehlan. And next വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ലിയോ സ്പോർട്സിന്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ ബാജു പോൾ, മിസ്റ്റർ MRK ജയറാം, മിസ്റ്റർ അനീഷ് പോൾ, മിസ്റ്റർ ശബരി. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സോ അവരോടൊക്കെ എന്താണ് പറയുന്നത്? എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഹലോ എല്ലാവർക്കും നമസ്കാരം. ആ വോട്ടും കഴിഞ്ഞ് വരുമ്പോൾ നേരെ തിയേറ്ററിലോട്ട് വന്നിട്ട് മഞ്ഞുമൽ മ്യൂസിക് കാണണം. അത് നല്ല ഒരു റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈ വേദി മഞ്ഞുമൽ ബോയ്സ് ഈ വേദി വന്നതിൽ എല്ലാവിധ സന്തോഷം അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇതോടുകൂടി നമ്മുടെ ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തന്റെ ഒഫീഷ്യൽ ടീഷർട്ട് ലോഞ്ച് സെറിമണി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ വിശേഷങ്ങൾ പറയാം. സോ മഞ്ഞുമൽ ബോയ്സ് ടീം മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്കിങ് ദി അതേഴ്സ്. സോ ഞാൻ പേഴ്സണലി വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ നാട് മഞ്ഞുമലാണ്. അപ്പോൾ സത്യം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തൊട്ട് എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഇത് നമ്മുടെ എറണാകുളം മഞ്ഞുമലിൽ നടക്കുന്ന കഥയാണോ അതോ വേറെ ഏതെങ്കിലും ഫിക്ഷണൽ സ്ഥലത്ത് നടക്കുന്ന കഥയാണോ? എനിക്ക് തോന്നുന്ന ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പ്ലീസ് ചിദംബരം സർ. ഹലോ, ഹായ്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞുമലിൽ നടക്കുന്ന കഥ തന്നെയാണ്. ഇത് ശരിക്കുമുള്ള നടന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. നമ്മളെല്ലാവരും ഇത് വന്ന് കാണാൻ നമ്മളെല്ലാവരും ഇതിൽ ഒരേപോലെ പ്രയത്നിച്ചിട്ടുണ്ട്. Please come and watch. I assure you it will be a different experience. Thank you. താങ്ക് യു. ഇനി നമുക്ക് സൗബിന്യക്ക് സിനിമയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് കേൾക്കാം. ഒന്നും പറയാനില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അഭിനയിച്ചൊരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാരണം ഇത് റിയൽ നടന്നൊരു സംഭവമായതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് അതിലോട്ട് ചെയ്യാൻ വേണ്ടി വളരെ കുറേയധികം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാണെങ്കിലും ബോസീസ് ആണെങ്കിലും നമ്മുടെ ക്യാമറമാൻ ഷൈജു ആണെങ്കിലും എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ളൊരു നല്ലൊരു വർക്കാണ്. അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു മൂവി തന്നെയാണ് ഇത്. ഉറപ്പായിട്ടും തിയേറ്ററിൽ എല്ലാവർക്കും ത്രില്ലായിട്ടിരിക്കുന്നു. 100% ഉറപ്പായിട്ടുണ്ട്. സോ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സും ക്രൂ മെമ്പേഴ്സും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ചിങ്ങാസി. യെസ്. ഓക്കെ, താങ്ക്സ് ഫോർ സ്റ്റേയിങ്. നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് താങ്ക് യു. ഇത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു പടമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ഒരുമിച്ച് കൊടൈക്കനാലിൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡൂയിങ് ദ ഫിലിം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണലായിരുന്നു പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. യു വിൽ ഫീൽ ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും ആൻഡ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ അസ്. താങ്ക് യു. നമസ്കാരം. സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മൾ തന്നെ നോക്കി പറയുന്ന പോലെ ഇപ്പോൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഓ, താങ്ക് യു. അടുത്ത ഗണപതി.
ജാനവൻ പോലെ തന്നെ ചിദംബരത്തിൻ്റെ രണ്ടാമത്തെ സിനിമ മഞ്ഞുമൽ ബോയ്സ്, ആദ്യത്തെ ജാനവനാണ്. അപ്പം ജാനവനെ നമ്മളൊരു പറ്റം സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തൊരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ. ഒരുപാട് മോർ ദാൻ കാസ്റ്റ് എൻ്റെ ക്രൂ, നമ്മൾ ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂ തന്നെയാണ് ഇതിൻ്റെ. അതുകൊണ്ട് സോ ബ്ലെസ്ഡ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണുക. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും ഈ സിനിമ. ട്രസ്റ്റ് ചെയ്യും. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പടം ഫെബ്രുവരി അവസാനം ഇറങ്ങും. അപ്പം എല്ലാവരും പോയി പടം കാണുക. ഒരു തിയേറ്റർ ഫിലിമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നടന്നൊരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. I love you. I love you very much. വിഷ്ണു. ഹലോ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല പടത്തിന് പ്രൊമോഷൻ ഇവിടെ നിങ്ങളുടെ പോലെ വന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് മഷർ ഹംസ, കോസ്റ്റ്യൂം ഡിസൈനർ. സോ മഞ്ഞുമൽ ബോയ്സ്, നിങ്ങളെല്ലാവരും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് ടൂറ് പോകുന്ന ആൾക്കാരാണല്ലോ. സോ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള തലങ്ങളെ കുറിച്ച് പറയുന്ന പടമാണ് ഇത്. ടു ബി ഓണസ്റ്റ്ലി എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടത്തിൽ ഒരു ഭയങ്കരമായ സിനിമയായിട്ടാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സിനെ കാണുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. കുറച്ച് ഒരുമിച്ചിരിക്കുന്നുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിലൊക്കെ. എനിക്ക് ജനറലി ചമ്മലുള്ളതുകൊണ്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പടത്തിനെ പറ്റി പറയാനുള്ള മടികൊണ്ടല്ല. പടം നല്ല രസമാണ്. എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതെല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഈ പടം കഴിഞ്ഞപ്പോൾ ആയി. അതാണ് അതിൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും പടം കാണാം. എൻജോയ്. താങ്ക് യു. ചന്തുവിന് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സലീംകുമാറിൻ്റെ മകനാണ് ചന്തു. ഈ വലിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് പോയി തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരോടും നന്ദി. സിനിമ കാണാൻ പോകുന്നവരോട് നന്ദി. കാണാതിരിക്കുന്നവരോട് വലിയ നന്ദിയൊന്നുമില്ല. ഖാലിദ് റഹ്മാൻ ഡയറക്ടറാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ആദ്യമായിട്ടാണ്. വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിങ്ങൾക്കും എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരുടെയും പ്രതീക്ഷ. ഉറപ്പായിട്ടും തിയേറ്ററിൽ സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. വിവേക് ഹർഷൻ എഡിറ്ററാണ് ഫിലിമിൻ്റെ. നമസ്കാരം. സിനിമ വളരെ എല്ലാവരും കാണുക. നമ്മുടെ മൂവിക്ക് ഇന്റർവ്യൂ കൊടുത്ത ആളാണ് സുഷിൽ. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നമസ്കാരം. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പടം ചെയ്തത്. അപ്പം ആ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എന്നും ഉണ്ടാവും. അതായത് എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും
തിയേറ്ററിൽ പോയി കാണാം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. OTTയിൽ വെയിറ്റ് ചെയ്യരുത്, കാരണം തിയേറ്ററിൽ നിങ്ങളുടെ കിളി പോകും. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ ഒരു സോങ് പാടിയിട്ടുള്ള വേടനുണ്ട്. വേടനും ശരിയോട്ടും ക്ഷണിക്കുന്ന സോങ് പാടിയിട്ടുള്ള വണക്കം. പടം വേഗം എല്ലാവരും ട്രെയിലർ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട ഭയങ്കര ഒരു സർവൈവൽ മൂവി ആയിരിക്കും. ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. താങ്ക്സ്. ഓൾ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ. ഇവിടെ ഇരിക്കുന്നവരിൽ ആളുടെ. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. നന്ദി. താങ്ക് യു. സോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി ഈ സിനിമയിൽ ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? പാടും, തീർച്ചയായിട്ടും പാടും. അതിനാണ് ഞാൻ വന്നത്. அதுக்காக நான் வந்தேன். ആരെങ്കിലും സംഗീതം തരൂ. മ്യൂസിക്. അപ്പോൾ മ്യൂസിക് റെഡി ആവുന്നത് വരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? കം ഓൺ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ കൂടെയുണ്ടല്ലോ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ.
requesting all your attention towards the screen. സൗബിൻ പാടാനൊക്കെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ ഇല്ല. സോ സൗബിൻ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? റിലീസ് ഡേറ്റ് എന്നാണ്, എന്തൊക്കെയാണ് അവരോട് ഇനി പറയാനായിട്ടുള്ളത്? ഈ മാസം 24 ഉണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിലീസ് ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെയധികം എന്താ പറയുക, കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണണം. കാരണം നിങ്ങൾക്ക് തിയേറ്റർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 100% ഉറപ്പ് വരുന്നു. താങ്ക് യു. So thank you.